ഇതിന്റെ ഇടയിൽ തകർപ്പൻ 2 മോഷണം ഞാൻ നടത്തും. ഞാനാണ് മോട്ടിച്ചെന്ന് ദേവേന്ദ്രൻ പോലും കണ്ടുപിടിക്കില്ല. യഥാർത്ഥ ഉടമയുടെ മുന്നിലൂടെ മോഷണം ബൈക്കുമായി പോയ പ്രതി പിടിയിലായി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. നീ കള്ളന്മാർക്ക് അവമാനമാണടാ. പാർക്ക് ചെയ്തിട്ട് ഞാൻ ഉള്ളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും എന്റെ ബൈക്ക് കാണാനില്ല. കുനിഞ്ഞ മർമ്മ അടിച്ചോണ്ട് പോണ നാടല്ലേ പിള്ളേച്ചാ. പുതുപ്പരിയാരം പ്രാഥമിക ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയപ്പോഴാണ് ബൈക്ക് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. രാധാകൃഷ്ണൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് എസ്റ്റേറ്റ് ജംഗ്ഷനിൽ തിരിച്ചെത്തിയപ്പോൾ ബൈക്ക് മോഷ്ടിച്ചാൽ ബൈക്കുമായി പോകുന്നത് കാണുകയും പിടിച്ചു നിർത്തുകയുമായിരുന്നു. അതിപ്പോ ഏതും എടുക്കനും ഒരു അബദ്ധം പറ്റൂലോ. അവനെ പിന്തുടരൂ, ആ ബൈക്ക് ഫോളോ ചെയ്യൂ. പുരുഷ എന്നെ അനുഗ്രഹിക്കണം. ഇയാളാണ് ആള്. പിടിച്ചോ ഫ്രീയാ. തന്റെ ബൈക്ക് മോഷണം പോയെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് വരികയായിരുന്ന രാധാകൃഷ്ണന്റെ മുന്നിലൂടെ പെട്ടെന്നൊരാൾ ബൈക്കിൽ പോകുന്നു. എന്താ പറ്റിയെന്ന് ഒരു പിടിയില്ല സാറേ. കഷ്ടാലെന്ന് തോന്നുന്നു സാറേ. തന്റെ കാണാതായ ബൈക്ക് പിന്നെ ഒന്നും നോക്കിയില്ല, ഓടിച്ചെന്ന് കള്ളനെ കൈയോടെ പൊക്കി. അയാൾ കള്ളനൊന്നുമല്ല. ഞാനപ്പോ ശരി, ഞാൻ റോഡ് ക്രോസ് ചെയ്ത് പോകുമ്പോഴാണ് ഈ പയ്യൻ അങ്ങനെ എന്നെ ഓവർടേക്ക് ചെയ്തിട്ട് വരുന്നത്. ആശാൻ ഈ മോഷണം അവിടെ നിന്ന് പഠിച്ചു? ഒരിടത്തൊന്നും പഠിച്ചതല്ല, പരമ്പരാഗതമായി കിട്ടി. അത് ശരി. ഇത് പെട്ടെന്നൊരു ഷോക്കായി. അത് എന്റെ നിർത്തണ പറഞ്ഞ കേട്ടില്ല. ഞാൻ അപ്പൊ തന്നെ ഇത്തിരി സ്പീഡ് കമ്മിയാണ്, പിടിച്ചൊന്നും ഇതാക്കിയൊന്ന് മറിച്ചിട്ടു. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. പണ്ടൊക്കെ ദൈവം പിന്നെ തരാമെന്നും പറഞ്ഞ് അവധി വെച്ചിരുന്നു. ഇപ്പൊ മൂപ്പരുടെ പേയ്മെന്റ് ഒക്കെ റെഡി ക്യാഷാണ്. ചെയ്ത ജോലിക്ക് അപ്പൊ കിട്ടും. തൽക്കാലം ഇത്രയും മതി.